ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ദേശീയപാത 66 NH-66 വർക്കുകൾ ഏകദേശം ഒരു 90% പൂർത്തിയായിരിക്കുന്നു. അതിമനോഹരമായിട്ടാണ് ഈ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആസ്വദിക്കാനും കഴിയും. നല്ല സുന്ദരമായിട്ട് യാത്ര ചെയ്യാമെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഈ റോഡിലൂടെ NH-66 ബൈക്കുകൾക്ക്, അതുപോലെ ഓട്ടോകൾക്ക്, അതുപോലെ ട്രാക്ടർ, കാൽനട യാത്രക്കാർക്ക് ഈ റോഡിൽ പ്രവേശനമില്ല എന്നുള്ള സിഗ്നൽ ബോർഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനി ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നമ്മൾ അതിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൻ തുകയാണ് പിഴ അടയ്ക്കേണ്ടി വരിക. അതിൻ്റെ ഫോട്ടോ സഹിതം നമ്മുടെ വീടുകളിലെത്തും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹസാർഡ് ലൈൻ. ഈ ഹസാർഡ് ലൈനിലെ എൻഡിങ്ങിലായിട്ടാണ് നമ്മൾ സർവീസ് റോഡിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗമായ മെർജിംഗ് പോയിന്റാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ മാത്രമാണ് നമുക്ക് സർവീസ് റോഡിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഹസാർഡ് ലൈനിങ്ങിന്റെ അവസാനത്തിലുള്ള ഒരു മെർജിംഗ് പോയിന്റ് അഥവാ NH-66 നിന്നും നമ്മൾ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എൻട്രിയും എക്സിറ്റും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ശ്രദ്ധിക്കുമല്ലോ.